ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഡേ ഞാൻ ഭയങ്കര എനിക്കെന്ത് പറയണമെന്നേ അറിഞ്ഞുകൂടാ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, ഞാൻ ഭയങ്കര ടെൻസ്ഡാണ്, ഞാൻ ഭയങ്കര ഓവർ റിയാക്റ്റ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ അത്രയ്ക്കൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഇന്ത്യയിലായിരിക്കില്ല, ഞാനങ്ങ് മസ്കറ്റിലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോകാൻ പോവുകയാണ്. 8:45 ഫ്ലൈറ്റ്. ഞാൻ ജസ്റ്റ് ഒരു 4 മണി 4:30 ആകുമ്പം ഇറങ്ങും. ഇവിടെ നല്ല മഴയും ഉണ്ട്, ഭയങ്കര ചൂട്. രാവിലെ മഴ പെയ്തിട്ടും നല്ല ചൂടാണ്. എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് ഉറക്കക്ഷീണമൊക്കെ കാണാൻ പറ്റും. നേരെ ഉറങ്ങിയിട്ടില്ല. 2 ദിവസം ഈ പാക്കിങ്ങും കാര്യങ്ങളായിട്ട് ഇങ്ങനെ അലച്ചിലായിരുന്നു. പിന്നെ ഇന്നലെയും നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ടും 7 കിലോ ഓവർ വെയിറ്റ് ആയിരുന്നു. അത് പിന്നെ കുറേ സാധനങ്ങൾ എടുത്ത് മാറ്റി കുറച്ച് അങ്ങനെ ഫുള്ളൊന്ന് ഓട്ടപ്പാച്ചിലൊക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് നേരെ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല, ഉറങ്ങാൻ പറ്റിയിട്ടില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയ ഏറ്റവും മിസ് ചെയ്യുന്നത് ഈ റൂമായിരിക്കും. എൻ്റെ ഒരു കുഞ്ഞു റൂമാണ്. എൻ്റെ ഇമോഷൻസും എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഇന്ന് കണ്ടിട്ടുള്ളത് ഈ റൂമാണ്. കാരണം ഒരു ദിവസത്തിൽ ഞാൻ ഫുഡ് കഴിക്കാനും അല്ലാത്ത കുറച്ച് ജോലി ചെയ്യാനും മാത്രമാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അല്ലാതെ ഫുൾ ടൈം ഞാൻ ഈ ഫോണുമായിട്ട് ഈ റൂമിൽ തന്നെയാണ്. എന്തോ ഈ റൂം വിട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു സങ്കടം. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി പല കാര്യങ്ങളിലും ഞാൻ എക്സൈറ്റഡ് ആണ്. എൻ്റെ ഹസ്ബൻഡൊക്കെ കാണാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എയർപോർട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞാനൊരു 5 മണി ആയപ്പോഴത്തേക്കും എയർപോർട്ടിലെത്തി. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എനിക്ക് ഒരു പെട്ടി റാപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ആ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ വെയിറ്റിംഗ് ആണ്. 6 മണിക്കാണ് ബോർഡിങ് തുടങ്ങുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ്. എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. കാരണം ഞാൻ എക്സ്ട്രാ നമ്മൾ വീണ്ടും 10 കിലോ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. പിന്നെ വൈറ്റ് പാൻറ് ഇട്ടുകൊണ്ട് പോകുന്നവരെ ശ്രദ്ധിക്കുകയും ഇതേപോലെ അഴുക്കാം. എനിക്ക് ട്രോളിയിൽ നിന്ന് കുറേ അഴുക്ക് എൻ്റെ പാൻറ്റിൽ ആയിട്ടുണ്ട്. മാത്രമല്ല എനിക്കിത് ഒറ്റയ്ക്ക് ഉന്തി തള്ളിക്കൊണ്ട് പോകാൻ ഭയങ്കര വെയിറ്റും ആയിരുന്നു. പിന്നെ ഒരു 5:45 6 മണി സമയമായപ്പോഴത്തേക്കും ബോർഡിങ് തുടങ്ങി. അതും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു ഞാൻ. കാരണം എക്സ്ട്രാ 10 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും വെയിറ്റ് നോക്കുമ്പോൾ അവർ എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. മാത്രമല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് പോകുന്നത്, അതിൻ്റെയും ടെൻഷൻ ഉണ്ടായിരുന്നു. ബോർഡിങ് ചെന്നപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ബോർഡിങ് പാസും കിട്ടി. നേരെ എമിഗ്രേഷനിൽ പോയി. എമിഗ്രേഷൻ പ്രോസസ്സും കഴിഞ്ഞ് ഞാൻ ഗേറ്റ് നമ്പർ 2 വന്നിരിക്കുവാണ്. ആ ടൈമിൽ നമ്മൾ എമിഗ്രേഷൻ പ്രോസസ്സിൻ്റെ ടൈമിലൊന്നും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുവാണ്. പൊതുവേ ഒറ്റയ്ക്ക് വീടിൻ്റെ പുറത്ത് പോലും ഇറങ്ങാത്ത ഞാൻ ഒറ്റയ്ക്ക് മസ്കറ്റിൽ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് വലിയൊരു കാര്യമാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവരൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഞാൻ പോകുന്നത് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുമോ, സേഫായിട്ട് അവിടെ എത്തുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുവാണ്. പിന്നെ എനിക്കൊരു കോഫി കുടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 7:45 8 മണിയൊക്കെ ആയി. പിന്നെ 8:30 നമ്മുടെ ഫ്ലൈറ്റിൽ കയറാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കോഫിയൊന്നും വാങ്ങിയില്ല. പിന്നെ വാഷ്റൂമിൽ പോയി കുറച്ച് ഫോട്ടോസും പ്രഹസനവും ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒമാൻ എയർലൈനാണ് ഞാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് ബാലി പോയപ്പോഴാണ്. അത് സ്കൂട്ട് എയർലൈൻസിലായിരുന്നു പോയത്. അത് ഇത്തിരി ഹെപ്റ്റിക് ആയിട്ടുള്ളൊരു ഫ്ലൈറ്റ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കാല് നീട്ടാൻ പറ്റത്തില്ല, കുറുക്ക് വേദന എടുക്കും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. മാത്രം ഫുഡൊന്നും ഇല്ലായിരുന്നു, നമ്മളെല്ലാം പൈസ കൊടുത്ത് വാങ്ങണം. ഇത് ഒമാൻ എയർലൈൻസാണ്. അത്യാവശ്യം ഒരു പ്രീമിയം എയർലൈൻസ് തന്നെയാണ്. നമുക്ക് ഫുഡെല്ലാം കിട്ടുന്നതാണ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഫുഡ് കിട്ടുന്നത്. എന്നാലും അതിലും ഞാൻ എക്സൈറ്റഡ്. കാരണം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് കാര്യവും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരിക്കും, നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അത് എന്താണെന്ന് അറിയാനുള്ള ഒരു വെപ്രാളായിരിക്കില്ലേ, അതായിരുന്നു എനിക്കും. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ ബോർഡിംഗ് പാസും എല്ലാ കാര്യങ്ങളും കാണിച്ചു. ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ ചമ്മിപ്പോയി. എൻ്റെ സീറ്റ് നമ്പർ 23F ആയിരുന്നു. 25 30 അങ്ങനെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 20 കേട്ട ഉടനെ വീണ്ടും പോയി. അങ്ങനെ 2 പ്രാവശ്യം ചമ്മിപ്പോയി. 3ാമത്തെ പ്രാവശ്യം എൻ്റെ സീറ്റ് നമ്പർ വിളിച്ചപ്പോൾ ഞാൻ കയറി. പുറത്ത് നല്ല മഴയുണ്ട്. ചില സമയത്ത് മഴ പെയ്യുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവുമല്ലേ. വെയിലുള്ള സമയത്ത് നമ്മൾ വിചാരിക്കുക മഴ പെയ്തിരുന്നെങ്കിലൊന്നും മതിയായിരുന്നു. മഴ പെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക വെയിൽ വന്നായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇന്നലെ എനിക്ക് തോന്നി മഴ പെയ്യേണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ഏതൊരു നല്ല കാര്യം നടക്കുമ്പോഴും മഴ പെയ്യുന്നത് നല്ലതാണെന്നല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മളിത് ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട്. നല്ല വിസ്താരമായിട്ടുള്ള ഫ്ലൈറ്റാണ്. എനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ കാല് എനിക്ക് നീട്ടി വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്കൊരു സ്ക്രീനുണ്ട്, ഹെഡ്സെറ്റ് ഉണ്ട്, ഫിലിം കാണാം, മ്യൂസിക് കാണാം, ന്യൂസ് കാണാം, എന്ത് വേണമെങ്കിലും കാണാം. പിന്നെ അവരൊരു പേപ്പർ കൊടുത്തിട്ടുണ്ട്, ഫ്ലൈറ്റിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ സർവൈവ് ചെയ്യാം, എങ്ങനെയൊക്കെ രക്ഷപ്പെടാം എന്നുള്ളത്.
പിന്നെ എനിക്ക് വിൻഡോ സീറ്റായിരുന്നു 23F. പിന്നെ അടുത്ത ആരായിരിക്കും വന്നിരിക്കുന്നത് എന്നോർത്താണ് ഞാൻ ഇരിക്കുന്നത്. അവർ സ്ക്രീനിൽ സീറ്റ് ബെൽറ്റ് ഇടുന്ന കാര്യം അങ്ങനത്തെതെല്ലാം കാണിക്കുന്നുണ്ട്, അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഇതാണ് നമ്മുടെ സുന്ദരമായ തിരുവനന്തപുരം സിറ്റി. തിരുവനന്തപുരം നമുക്ക് എപ്പോഴും ഒരു ഇമോഷൻ ആണല്ലേ. എനിക്ക് ഭയങ്കര ഇമോഷനാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് സിറ്റിയും തിരുവനന്തപുരം തന്നെയാണ്. പിന്നെ ഞാൻ സ്ക്രീനിൽ മാപ്പൊക്കെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് മസ്കറ്റിലോട്ട് എത്താനായിട്ട്. നമ്മൾ തിരുവനന്തപുരം കഴിഞ്ഞ് കൊല്ലം എത്താറായി എന്നൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അല്ലാതെ സമയം പോണ്ടേ, ഞാൻ ഓരോ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കൊണ്ടുവന്നു. ഞാനാണെങ്കിൽ വിശന്ന് പണ്ടാരം അടക്കി ഇരിക്കുമായിരുന്നു. നമുക്ക് ഒരു ബോട്ടിൽ വാട്ടർ ഉണ്ട്, ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, ബണ്ണുണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ അതിലിരിക്കുന്നത് ഉപ്പുമാവ്, ഇഡലി, സാമ്പാർ ആണ്. പിന്നെ അവർ സെപ്പറേറ്റ് ആയിട്ട് സ്പൂണ് എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ബട്ടറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി സ്ട്രോബെറിയുടെ ജാം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഓറഞ്ച് ജ്യൂസാണ് കഴിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര കയ്പ്പായിരുന്നു. എനിക്ക് തോന്നുന്നു നോൺ ഷുഗറാണ്, ഇട്ടിട്ടില്ല. പക്ഷേ എനിക്കെന്തോ ഭയങ്കര കയ്പ്പായിട്ട് തോന്നി. ഞാൻ വിചാരിച്ചു കോഫി വാങ്ങിച്ചാലോ എന്ന്, പക്ഷേ ഞാൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ ഇതിൽ വരുന്നത് ഉപ്പുമാവ്. ആ നടുക്കിരിക്കുന്ന സാധനം ഞാൻ വിചാരിച്ചു എന്തേലും അലുവയോ അങ്ങനത്തെ എന്തേലും ആയിരിക്കുമെന്ന്, പക്ഷേ അല്ലായിരുന്നു, ഇഡലി ആയിരുന്നു. ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ വിശന്നിരിക്കുമായിരുന്നു, അതുകൊണ്ട് നമ്മൾ എന്തും കഴിക്കുമല്ലോ. അങ്ങനെ ഉപ്പുമാവ് ഫുള്ളും കഴിച്ചു. ഇഡലിയും ഞാൻ കഴിച്ചു. ഇഡലിയും കഴിക്കാതെ വഴിയില്ല, കാരണം ഇനി നമ്മൾ അവിടെ എത്താൻ ഒരു 2 മണിയൊക്കെ ആവും. കാരണം 3.5 മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യണം. ഇഡലി നല്ല കട്ടി ഉണ്ടായിരുന്നു, നല്ല പാറക്കല്ല് പോലെയാണ് ഇരുന്നത്. ഞാൻ വിചാരിച്ചില്ല കഴിക്കാൻ പറ്റുമെന്ന്. പക്ഷേ സാമ്പാറും അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ സാമ്പാറും കൂട്ടി ഇഡലി ഫുള്ളും കഴിച്ച് തീർത്തു. അത് കഴിഞ്ഞ് ഞാൻ കട്ട് ഫ്രൂട്ട്സ് ആണ് കഴിച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പപ്പായയുടെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കട്ട് ഫ്രൂട്ട്സ് കഴിച്ചപ്പോഴത്തേക്കും ഒന്ന് റിഫ്രഷ് ആയതുപോലെ എനിക്ക് തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഓൾറെഡി പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ ആയിരുന്നു. എനിക്ക് പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ ഇതെന്ത് ഫ്രൂട്ടാണെന്ന്. അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ജാം ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. ഇത് സ്ട്രോബെറിയുടെ ജാമാണ്. പക്ഷേ ആ ഇരിക്കുന്ന ഈ ബൺ ഒരു രക്ഷയില്ല, നല്ല കിടിലൻ ടേസ്റ്റ്. അത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് കുറച്ച് ജാം എടുത്തിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ടാണ് കഴിച്ചത്. പിന്നെ നമ്മളെ കൈയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് റിഫ്രഷ് ടിഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ സോൾട്ട്, പെപ്പറൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊന്നും എടുത്തില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ജസ്റ്റ് ഉറങ്ങി എണീറ്റു. അപ്പോഴത്തേക്ക് മാപ്പ് നോക്കിയപ്പോൾ നമ്മൾ ജസ്റ്റ് മസ്കറ്റിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ മരുഭൂമി. പോകുന്ന വഴിക്ക് കൂടുതലും മരുഭൂമിയാണ്. മരുഭൂമിയുടെ തന്നെ കുറേ മലകൾ, നല്ല കറുത്ത മലകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വല്ല ബ്രൗണും അല്ല, കറുപ്പല്ല, ഗ്രേ അല്ല, അങ്ങനത്തെ കുറേ കളറായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് വെള്ളം കുടിച്ചു. ഞാൻ വെള്ളം കുടിക്കാത്തത് വേറെ ഒന്നുമല്ല, എനിക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടി ടെൻഡൻസി തോന്നും, അതുകൊണ്ടാണ് ഞാൻ വെള്ളം കുടിക്കാത്തത്. അങ്ങനെ ഞാൻ മസ്കറ്റിൽ എത്തിയ സന്തോഷത്തിലാണ് ഗൈസ് ഇപ്പോൾ ഇരിക്കുന്നത്. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ നമുക്ക് ബ്രൗണും അല്ല, ഗ്രേയും അല്ല, ബ്ലാക്കും അല്ലാത്ത കളറ്. പിന്നെ എൻ്റെ പാൻറ്റിലെ ഓറഞ്ച് ജ്യൂസ് വീണ് ഫുള്ള് മഞ്ഞ കളറായിട്ടിരുന്നു. ആ പാൻറ്റ് നശിച്ചു. അങ്ങനെ നമ്മൾ മസ്കറ്റിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലാൻഡിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് പുറത്തോട്ടിറങ്ങാം. കുറേ പേര് ആദ്യമേ വെറുതെ എണീറ്റ് തിരക്കിൽ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളത് എയർപോർട്ടിൻ്റെ അകത്ത് വന്ന് എമിഗ്രേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഞാൻ എൻ്റെ ലഗേജ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഇതിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം. കാരണം അത് നല്ല വെയിറ്റ് ഉണ്ട് ആ പെട്ടി. അത് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് തൂക്കിയെടുക്കും എന്നുള്ളതായിരുന്നു ഞാൻ ചിന്തിച്ച് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടെയുള്ള സെക്യൂരിറ്റീസും സ്റ്റാഫൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിരുന്നു. സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരൊന്നും അധികം നമ്മളെ സഹായിക്കുകയൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ലഗേജും എല്ലാം എടുത്ത് പുറത്ത് എൻ്റെ കെട്ടിയവനെ കാത്ത് നിൽക്കുവാണ്. ഞാനൊരു 15 മിനിറ്റ് കൊണ്ട് ഭയങ്കര വെയിലാണ്, ചൂടെടുത്ത് ഞാൻ മരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഫേസ് കാണുമ്പോഴേ അറിയാം, ഹീറ്റിങ്ങിന് മുഖത്ത് അടിച്ച് കയറുകയാണ്. അങ്ങനെ ഒരു 10, 15, 20 മിനിറ്റിൻ്റെ വെയിറ്റിങ്ങിന് ശേഷം വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് അർമാദിച്ച് വരുന്ന എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടാക്സിയൊക്കെ കയറി പോവാണ്. ഇവിടെ നിന്ന് ഒരു 80 കിലോമീറ്റർ ഉണ്ട് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്ന ഫേമിലോട്ട്. നമുക്ക് അവിടുത്തെ ക്വാർട്ടേഴ്സിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മസ്കറ്റിലെ എൻ്റെ വ്ളോഗായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ബൈ.